പ്രശാന്തയുടെ സന്ദീപ് വാര്യർ വളരെ അഗ്രസീവായിട്ടുള്ള ഒരു നേതാവാണ്. അറിയാലോ, പല ചർച്ചകളിലും നാം കണ്ടിട്ടുണ്ട്. അദ്ദേഹം നിരന്തരം അവരുടെ എതിരാളിയുമായി വലിയ വിമർശനങ്ങളും അതോടൊപ്പം തന്നെ തർക്കങ്ങളിൽ ഏർപ്പെടുന്ന ഒരു നേതാവാണ് സന്ദീപ് വാര്യർ. അദ്ദേഹം പാർട്ടി വിട്ടതിന് പിന്നാലെ ഇപ്പോൾ സ്വന്തം പാർട്ടിക്കാരുമായാണ് വലിയ തർക്കം. കെ സുരേന്ദ്രനെതിരെ വലിയ രൂക്ഷമായാണ് അദ്ദേഹം വിമർശിക്കുന്നത്. പല നേതാക്കളെയും അദ്ദേഹം വെല്ലുവിളിക്കുന്ന രീതി വരെ എത്തിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ എന്തായാലും ഡിസംബർ 1 ജയകൃഷ്ണൻ മാസ്റ്ററുടെ ബലിദാന ദിനമാണല്ലോ. അന്ന് കണ്ണൂരിൽ ഒരു പ്രകടനം നടന്നിരുന്നു. ആ പ്രകടനത്തിൽ സന്ദീപ് വാര്യറിന് കൊലവിളി പ്രസംഗം അതോടെ മുദ്രാവാക്യം മുഴക്കിയിരിക്കുകയാണ് BJPയുടെ അണികൾ. എന്തായാലും ഈ തർക്കം അവസാനം എവിടെയായിരിക്കും എത്തിച്ചേരുക? സന്ദീപ് വാര്യർ സ്വന്തം പാർട്ടിയല്ല ഇപ്പം BJP, കോൺഗ്രസ് സ്വന്തം പാർട്ടിയായിട്ട് പഴയതല്ല. അപ്പം ഇതിനകത്ത് ഈ സന്ദീപ് വാര്യർ എന്ന് പറയുന്ന ആൾ ഇലക്ഷന് UDFന് ഒരു തുറുപ്പീട്ടായിട്ട് കിട്ടിയ ഒരാളാണ്. അപ്പോൾ അദ്ദേഹം ഒരുപക്ഷെ പാർട്ടിക്കകത്തുനിന്ന് BJPക്കകത്തുനിന്ന് ചാടാനിരുന്നത് ഒരു അവസരം വന്നപ്പോൾ അദ്ദേഹം കോൺഗ്രസിനകത്തേക്ക് വന്നു. അപ്പോൾ ഓരോ ദിവസവും അയാൾ ലൈം ലൈറ്റിൽ നിൽക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ അയാൾ കേരള രാഷ്ട്രീയത്തിൽ തിളങ്ങി നിൽക്കുന്നതിന് വേണ്ടി അയാൾ ബുദ്ധിപരമായിട്ട് അയാളുടെ രാഷ്ട്രീയം അല്ലെങ്കിൽ BJPക്കെതിരെ ഒരു പ്രസ്താവനയോ അല്ലെങ്കിൽ ഫേസ്ബുക്ക് പോസ്റ്റോ മറ്റു കാര്യങ്ങളും ഒക്കെ ഇട്ട് അയാളിങ്ങനെ ലൈം ലൈറ്റ് നിൽക്കുകയാണ്. അപ്പം ഇവിടുത്തെ മാധ്യമങ്ങളെന്ന് പറയുമ്പോൾ BJPക്കെതിരെ രാഷ്ട്രീയം പറയുന്നതിനകത്ത് അല്ലെങ്കിൽ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അതിന് പ്രൊഡക്ഷൻ കൂടുതൽ കൊടുക്കുന്ന ഒരു മാധ്യമ സ്വഭാവമാണ് കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം അഴീക്കോട് ഇവരുടെ യുവജന സംഘടനയുടെ യുവമോർച്ചയുടെ ഒരു പ്രകടനത്തിനകത്ത് സന്ദീപ് വാര്യർക്കെതിരെ വലിയ മുദ്രാവാക്യമൊക്കെ വിളിച്ചിട്ട് അവർ ഈ പ്രകടനം നടത്തി. ഇപ്പോൾ യുവമോർച്ചയും DYFIയും അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസും ഒക്കെ എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ അവരിത്തരത്തിൽ പാർട്ടിക്കകത്തൊരു വിഷയം വരുമ്പോൾ വികാരം പെട്ടെന്ന് യുവാക്കളിലാണല്ലോ ഉണ്ടാകുന്നത്. അപ്പം ഇയാൾ നിരന്തരം BJPയെയും ബലിദാനികളെയും ഒക്കെ ഈ പറയുന്നത് പോലെ കുഴപ്പത്തിലാക്കുകയും അല്ലെങ്കിൽ അവർ പറയുകയും അവരെ കുഴപ്പത്തിലാക്കുകയും അല്ലെങ്കിൽ അവരെ ഉപയോഗിച്ച് രാഷ്ട്രീയം കളിക്കുകയും അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഒരു അനാവശ്യമായ ഒരു പ്രകോപനം ഉണ്ടാകുന്നതായി തോന്നിയിട്ടുണ്ട്. അല്ല, അതിന് അനാവശ്യമായ പ്രകോപനമല്ല. BJP എത്രയും മോശമായ രാഷ്ട്രീയമാണെന്ന് നിരന്തരം വിളിച്ചു പറയേണ്ടതായിട്ടുള്ള ഒരു കാര്യം സന്ദീപ് വാര്യർക്കുണ്ട്. കാരണം സന്ദീപ് വാര്യരുടെ ഇമേജ് പോയത്, അല്ലെങ്കിൽ അത്തരത്തിൽ സന്ദീപ് വാര്യർ കുഴപ്പക്കാരനാണ് അല്ലെങ്കിൽ യാതൊരു ഐഡിയോളജിയും ഇല്ലാത്ത ആളാണെന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടി BJP പ്രചരണം നടത്തുന്നുണ്ടല്ലോ. കാരണം ഒരു ദിവസം കൊണ്ട് ഒരു 20 കൊല്ലം പ്രവർത്തിച്ച ഐഡിയോളജിയെ ഒരു മണിക്കൂർ കൊണ്ട് തള്ളിപ്പറയാൻ സാധിക്കുന്നവൻ ഒറ്റുകാരനാണെന്നുള്ള രീതിയിലുള്ള പ്രചരണം നടത്തുമ്പോൾ അതിനെ അതിജീവിക്കുന്നതിന് വേണ്ടി ഒരു രാഷ്ട്രീയക്കാരൻ നടത്തുന്ന പൊല്ലാപ്പ് ആണ് ഈ സന്ദീപ് വാര്യർ കാണിക്കുന്നത്. ഒരുപക്ഷെ അതിൻ്റെ കൂടെ തന്നെ അയാളെ കേരളത്തിൽ ഓരോ ദിവസവും ചർച്ചയായി നിൽക്കുന്ന ഒരവസ്ഥയിലേക്കും വരും. അപ്പം അത്തരത്തിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ചർച്ചയാക്കേണ്ട വിഷയങ്ങൾ ഒരുപക്ഷെ BJPയെ ബാധിക്കുന്ന വിഷയങ്ങളും അല്ലെങ്കിൽ BJP ഏറ്റവും ആദരവോട് കൂടി കാണുന്ന ബലിദാനികളെ സംബന്ധിച്ചതൊക്കെ ആകുമ്പോൾ അത് കേൾക്കുമ്പോൾ പെട്ടെന്ന് തന്നെ പ്രക്ഷുബ്ധമാവുകയും അതിൻ്റെ ഫലമായിട്ട് നടന്ന ഒരു പ്രകടനമായിട്ടേ നമുക്കതിനെ കാണാൻ കഴിയുള്ളൂ. അതായത് നമ്മുടെ അദ്ദേഹം ഉണ്ടല്ലോ മാസ്റ്റർ, കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ ബലിദാന ദിനമായിരുന്നല്ലോ ജയകൃഷ്ണൻ മാസ്റ്റർ. അപ്പോൾ ജയകൃഷ്ണൻ മാസ്റ്റർ എന്ന് പറഞ്ഞാൽ കണ്ണൂരെ ഒരു വലിയ വികാരമാണ്. അപ്പം അതിനകത്ത് പാലക്കാട് പകൽ നിങ്ങൾ കണ്ടോളാം, കൈകാര്യം ചെയ്തോളാം, ഇനിയും ബലിദാനികളെ കുറിച്ച് സംസാരിക്കുകയോ പാർട്ടിയെ മോശമാക്കുന്ന രീതിയിൽ സംസാരിച്ചാലൊക്കെ അത് കുഴപ്പമാകും അല്ലെങ്കിൽ കൈകാര്യം ചെയ്യും എന്നുള്ള രീതിയിലേക്കുള്ള ഒരു പ്രകടനമൊക്കെ ആയിട്ടാണ് നമുക്ക് വാർത്തകൾ കാണുവാൻ സാധിക്കുന്നത്. അപ്പം അതിന് ഫേസ്ബുക്ക് പോസ്റ്റിൽ കൂടി അദ്ദേഹം മറുപടി പറഞ്ഞിട്ടുണ്ട്. ഞാൻ നിരന്തരം എനിക്കറിയാം, എന്നെ കൊല്ലും നിങ്ങളെന്ന് എനിക്കറിയാം. അപ്പം ആ രീതിയിലേക്ക് തന്നെയാണ് തയ്യാറായിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. ഞാൻ എൻ്റെ കാര്യങ്ങൾ പറയും, അതിനകത്തെ കുഴപ്പങ്ങൾ ഞാൻ ചൂണ്ടിക്കാണിക്കും. അതെൻ്റെ രാഷ്ട്രീയമാണ്. ഞാൻ നിങ്ങളോട് അകൽച്ച പാലിച്ചതിനും അല്ലെങ്കിൽ അകലാൻ ശ്രമിച്ചതിനും കാരണം നിങ്ങൾ ഇപ്പോൾ ഉയർത്തുന്ന മുദ്രാവാക്യം നിങ്ങളിൽ ഉള്ളിൽ തന്നെ ഉണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ എന്നോടിപ്പം എന്നെ കൊല്ലുമെന്ന് പറയുന്നത് നിങ്ങളുടെ ഓഫീസിനകത്തിരിക്കുമ്പോൾ പരസ്പരം കൊല്ലാനുള്ള മാനസികാവസ്ഥയിലുള്ള ഒരു രാഷ്ട്രീയമാണ് BJPയും യുവമോർച്ചയും RSSും ഒക്കെ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അതിന് മറുപടിയായിട്ട് കഴിഞ്ഞ ദിവസം ഇട്ടിരുന്നു. അതായത് ഒരു കാര്യം BJP മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. സന്ദീപ് വാര്യർ എന്ന് പറയുന്ന ആളിന് എത്തരത്തിലുള്ള കുഴപ്പങ്ങളുണ്ട്, അല്ലെങ്കിൽ അയാൾ ഈ പറയുന്ന പോലെ BJPക്കകത്തു നിന്ന് അയാളെ മാറ്റി നിർത്താൻ കാരണങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ മാറ്റി നിർത്താൻ ശ്രമിക്കുന്നത് കൊണ്ടാണ് അയാൾ പാർട്ടിക്ക് വെളിയിൽ പോയതെന്ന് വളരെ കൃത്യമായി ജനങ്ങൾക്ക് വിശ്വാസയോഗ്യമായിട്ട്
അല്ലെങ്കിൽ ധരിക്കത്തക്ക രീതിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞ് ജനങ്ങളെ ബോധ്യപ്പെടുത്തുക. കാരണം അയാൾ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിനകത്ത് വന്ന് രാഷ്ട്രീയത്തിൽ സ്ഥിരമായിട്ട് ലൈം ലൈറ്റായിട്ട് നിൽക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായി അയാൾ ഇപ്പോൾ വന്ന രാഷ്ട്രീയത്തിനതിൻ്റെ ഭാഗമായിട്ട് അയാൾ രാഷ്ട്രീയം പറയുകയും അത് ബി ജെ പിക്ക് സ്വാഭാവികമായിട്ട് എതിരാവുകയും ഇത്തരത്തിൽ അയാൾ രാഷ്ട്രീയം പറയുമ്പോൾ അയാളെ കൊല്ലും തട്ടും എന്നൊക്കെ പറയുമ്പോൾ അത് വീണ്ടും ഈ പറയുന്ന പോലെ മാധ്യമങ്ങൾ ഏറ്റെടുത്ത് ചർച്ചയാക്കുകയൊക്കെ ചെയ്യുമ്പോൾ സന്ദീപ് വാര്യർ ഉദ്ദേശിക്കുന്ന കാര്യം വളരെ കൃത്യമായിട്ട് നടക്കും. സന്ദീപ് വാര്യർ കൃത്യമായിട്ട് കേരളത്തിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയക്കാരനായിട്ട് മാറും. ബി ജെ പി ചെയ്യേണ്ടത് ഏത് രാഷ്ട്രീയമാണോ ഉദ്ദേശിക്കുന്നത് ബി ജെ പി നടത്തിക്കൊണ്ടു പോവുക. പുറത്തു പോയുള്ള ആളുടെ പുറകെ പോകാതെ ബി ജെ പിയുടെ രാഷ്ട്രീയം പറഞ്ഞ് അല്ലെങ്കിൽ ബി ജെ പിയുടെ കാര്യം നോക്കി മുന്നോട്ട് പോയില്ലെങ്കിൽ സന്ദീപ് വാര്യർ എന്ന് പറയുന്ന ആൾ ഒരു പക്ഷേ ബുദ്ധിമാനായതുകൊണ്ട് ഇത്തരത്തിൽ പ്രകോപനമുണ്ടാക്കി സന്ദീപ് വാര്യരെ ആക്രമിക്കുമെന്നും പറഞ്ഞ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നും പറഞ്ഞാൽ ഒരു രാഷ്ട്രീയക്കാരനെ സംബന്ധിച്ചിടത്തോളം അയാൾ ലൈം ലൈറ്റിൽ തന്നെ ചർച്ചയായിട്ട് നിൽക്കും. അത്തരത്തിൽ ചർച്ചയായിട്ട് നിൽക്കുന്ന ഒരവസരം ഉണ്ടാകുമ്പോൾ സന്ദീപ് വാര്യർ ചെയ്ത തെറ്റിനെ പോലും മറികടക്കുന്നതിന് വേണ്ടി ബി ജെ പിയെ ഉപയോഗിച്ച് അതിന് സാധ്യമാകുന്ന ഒരു രീതിയിലേക്കുള്ള രാഷ്ട്രീയമാണോ സന്ദീപ് വാര്യർ കളിക്കുന്നത് എന്ന് നമുക്ക് തോന്നേണ്ടിയിരിക്കുന്നു. ഏതായാലും രാഷ്ട്രീയം മാറാനുള്ള അധികാരം ഒരു വ്യക്തി എന്നുള്ളതിൽ സന്ദീപ് വാര്യർക്കുണ്ട്. അയാളുടെ രാഷ്ട്രീയം ഇതുവരെയുള്ള രാഷ്ട്രീയത്തിനകത്തുനിന്ന് വേറെ രാഷ്ട്രീയത്തിലേക്ക് പോകുമ്പോൾ അയാളെ ഈ പറയുന്നത് കൊല്ലാനും തിന്നാനും അല്ലെങ്കിൽ കൊന്നുകളയും എന്ന് പറയുന്ന രാഷ്ട്രീയത്തോട് നമുക്ക് യോജിക്കാൻ സാധ്യതയില്ല. എന്നാൽ ബി ജെ പിക്ക് അകത്തോട്ട് വരുന്ന ആൾക്കാരെയെല്ലാം മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ അങ്ങ് കൊല്ലുന്ന ഒരവസ്ഥ ഉണ്ടായാൽ മതി. അത് രാഷ്ട്രീയം മാറാനുള്ള അധികാരം ഇപ്പം കോൺഗ്രസിൽ നിന്ന് ബി ജെ പി പോകുന്നതിനും ബി ജെ പിയിൽ നിന്ന് കോൺഗ്രസിൽ പോകുന്നതിനും അല്ലെങ്കിൽ കോൺഗ്രസിൽ നിന്ന് സി പി എം പോകുന്നതിനും ഒക്കെയുള്ള അധികാരമുണ്ട്. നമ്മൾ ഒരു ഐഡിയോളജിയുടെ ഭാഗമായിട്ടായിരിക്കും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ നിൽക്കുന്നത്. ആ ഐഡിയോളജി ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് പാലിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ ആ ഐഡിയോളജി അതിനകത്ത് നടക്കുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ അത്തരത്തിൽ നമ്മൾ വിചാരിച്ച പോലെ സംശുദ്ധമല്ല അതിൻ്റെ രാഷ്ട്രീയമെങ്കിൽ അത് ആ കാരണമൊക്കെ പറഞ്ഞായിരിക്കും ഒരുപക്ഷെ പാർട്ടി മാറുന്നത്. ഒരുപക്ഷെ അതിൻ്റെ ഭാഗമായിട്ട് നിൽക്കാൻ അവരെ ഒക്കത്തില്ലാത്തതുകൊണ്ടായിരിക്കും പാർട്ടി. അതിനകത്ത് നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം ആ കാരണം ഉണ്ടാക്കിയ ഒരാൾ രാഷ്ട്രീയ പാർട്ടി മാറുന്നതിന് അവസരം ഉണ്ടാക്കാതിരിക്കുന്നതിന് വേണ്ടി അതായത് രാഷ്ട്രീയ പാർട്ടികളാണ് ശ്രമിക്കേണ്ടത്. ഈ കാരണം കൊണ്ടാണ് മാറുന്നതെങ്കിൽ അതിലും സന്ദീപ് വാര്യർ ബി ജെ പിക്ക് ഒരു തലവേദനയാകുന്നുണ്ടോ? കാരണം അദ്ദേഹം പാർട്ടി മാറിയതിന് ശേഷം ഇപ്പോൾ ബി ജെ പിയിൽ ഈ തർക്കം നേതൃത്വവുമായി തർക്കമുള്ള പലരെയും ബന്ധപ്പെടുന്നുണ്ട്. കാരണം ആ ബി ജെ പിക്കാരെ കോൺഗ്രസിലേക്ക് എത്തിക്കാനുള്ള ശ്രമം സന്ദീപ് വാര്യർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അല്ല അത് തലവേദനയാവുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് അതിനെപ്പറ്റി ബോധ്യമില്ല. തലവേദനയാവുന്നുണ്ടെങ്കിൽ അത് സന്ദീപ് വാര്യറാണ് ശരി. അല്ലെങ്കിൽ സന്ദീപ് വാര്യർ ഈ പറയുന്നത് പോലെ അയാൾക്ക് അത്രയും ശക്തിയുണ്ട്. ബി ജെ പി എന്ന് പറയുന്ന ഒരു മഹാപ്രസ്ഥാനത്തിനകത്തു നിന്നും സന്ദീപ് വാര്യർ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് അതിനകത്തുനിന്ന് ആൾക്കാരെ അടർത്തിയെടുക്കുവാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അയാളുടെ കഴിവിനെ നമ്മൾ അംഗീകരിച്ചല്ലേ പറ്റത്തുള്ളൂ. അപ്പോൾ ബി ജെ പി എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം ഇപ്പുറത്ത് നിൽക്കുമ്പോൾ സന്ദീപ് വാര്യർ എന്ന് പറയുന്ന ഒരാൾ അയാളുടെ ഭാഗമാക്കിയിട്ട് ബി ജെ പിയുടെ ഭാഗത്തെ കൊണ്ടുപോകണമെങ്കിൽ അയാൾ നേതാവാണെന്നല്ലേ പറയുന്നത്. അപ്പോൾ കൊണ്ടുപോയിട്ടൊന്നും ഇല്ലല്ലോ. ഈ പറയുന്നത് പോലെ അയാൾ പറയുന്ന ആരോപണങ്ങളെ ശരിവെക്കുന്ന രീതിയിൽ അതിനകത്ത് പ്രശ്നങ്ങളുണ്ടെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ആ പ്രശ്നങ്ങൾ ശരിയാണെന്ന് ജനങ്ങൾക്ക് തോന്നത്തക്ക രീതിയിൽ ആ പാർട്ടിക്കകത്തെ ആൾക്കാർ പ്രതികരിക്കുന്നു. അപ്പോൾ അതിന് സന്ദീപ് വാര്യരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. സന്ദീപ് വാര്യർ പ്രശ്നങ്ങളുണ്ട് അല്ലെങ്കിൽ അതിനകത്ത് നിലനിൽക്കാൻ പറ്റുന്നില്ല, അതിനകത്ത് ഗ്രൂപ്പുണ്ട്, അതിനകത്ത് ചിലരുടെ സ്വാധീനത്തിലാണ് ഈ പാർട്ടി പോകുന്നത്. ഈ പറയുന്ന കാര്യങ്ങൾ ഏറ്റു പറയുന്നതിന് വേണ്ടി ആ പാർട്ടിക്കകത്ത് ആളുണ്ടാകുന്നത് കൊണ്ടാണല്ലോ സന്ദീപ് വാര്യർ പറയുന്നത് പ്രസക്തമാകുന്നത്. അപ്പോൾ അത് ശ്രദ്ധിച്ച് പോകേണ്ട കടമ ബി ജെ പിക്ക്. അത്തരത്തിൽ ശ്രദ്ധിച്ച് പോകാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ ബി ജെ പിയുടെ കുഴപ്പമല്ലേ. അപ്പോൾ ആ ബി ജെ പിയുടെ കുഴപ്പമെന്ന് പറയുമ്പോൾ അതെല്ലാം ശരിയാണെന്നല്ലേ വരുന്നത്. അതിനകത്ത് ബി ജെ പിയാണ് ശ്രദ്ധിക്കേണ്ടത്. ബി ജെ പിക്കകത്ത് അകത്ത കുഴപ്പങ്ങൾ ബി ജെ പി പറയുന്ന പോലെ കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലേക്ക് വളർന്നോ എന്ന് ബി ജെ പി പരിശോധിക്കണം. കേരളത്തിൽ ബി ജെ പി ഇന്ത്യയിലുടനീളം ഈ പറഞ്ഞതുപോലെ മൂന്നാമത്തെ പ്രാവശ്യം അധികാരത്തിൽ വരികയും അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം ബി ജെ പി വളർന്നുകൊണ്ടിരിക്കുമ്പോൾ കേരളത്തിലും ബി ജെ പി ഉണ്ട് എന്ന് ബി ജെ പി മനസ്സിലാക്കുക. അല്ലെങ്കിൽ കേരളത്തിൽ വളരുന്നുണ്ടെങ്കിൽ തന്നെയും മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്കൊപ്പം നിൽക്കാൻ പ്രാപ്തമായിട്ട് വളരുന്നതിന് മുമ്പ് തന്നെ ബി ജെ പിക്കകത്ത് വിഷയങ്ങളുണ്ടായി മുന്നോട്ട് പോയാൽ ആ വളർച്ചയെ ബാധിക്കും. പറയാൻ മനസ്സിലാക്കും. അല്ല, അത് ഇപ്പോൾ കാണുന്നുണ്ടല്ലോ. കാരണം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം 18 സീറ്റോളം കോൺഗ്രസ് വിജയിച്ചിരുന്നു. പക്ഷേ ബി ജെ പി ജയിച്ച ഒരു സീറ്റിനെ സംബന്ധിച്ചായിരുന്നു വലിയ ചർച്ച. അതോടൊപ്പം തന്നെ കേരളത്തിൽ 20%-ലധികം വോട്ട് ബി ജെ പി നേടുന്നു. 11 നിയമസഭാ മണ്ഡലങ്ങളിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞു. അതോടൊപ്പം തന്നെ 8 നിയമസഭാ മണ്ഡലങ്ങളിൽ 2ാം സ്ഥാനം. അങ്ങനെ വലിയ ബി ജെ പിയുമായി ബന്ധപ്പെട്ട വലിയ ചർച്ച ഉണ്ടായിരുന്നു. ബി ജെ പി കേരളത്തിൽ 10-ലധികം സീറ്റുകൾ നേടാനുള്ള സാധ്യത വരെ രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തിയിരുന്നു. പക്ഷേ ഇത്തരം ഈ സന്ദീപ് വാര്യറും
പിന്നീടുണ്ടായ ഈ തർക്കങ്ങളെല്ലാം BJPയെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടിയിലേക്കല്ലേ എത്തിക്കുകയുള്ളൂ? അല്ല, ഇതിനകത്ത് വേറെ ഇപ്പം 10 സീറ്റിൽ BJP കേരളത്തിൽ 1ാം സ്ഥാനത്ത് വന്നിട്ടുണ്ട്. ഈ 10 സീറ്റിൽ 1ാം സ്ഥാനത്ത് വരുമ്പോൾ പാർലമെന്റിൽ പാറ്റേൺ, നിയമസഭാ പാറ്റേൺ 2-2 ഔട്ട് ചെയ്യുന്നത്. ഈ 10 സീറ്റിൽ ഒന്നാമത് BJP വന്നിട്ടുണ്ടെന്ന് BJPയുടെ ഇവിടുത്തെ കേരള ഘടകത്തിന് ബോധ്യമായിട്ടുണ്ടെങ്കിൽ അത് നിയമസഭാ സീറ്റിൽ അതേ പാറ്റേണിൽ അവിടുത്തെ ആൾക്കാരെ കൊണ്ട് വോട്ട് ചെയ്യാൻ പ്രാപ്തമാക്കുന്നതിന് വേണ്ടി അവർ ശ്രമിക്കണം. അല്ലാതെ ഞങ്ങൾ 10 സീറ്റ് കണക്ക് നോക്കിയിട്ട് കഴിഞ്ഞ പ്രാവശ്യം 2ാം സ്ഥാനത്ത് 25 സീറ്റിലുണ്ട്, 3ാം സ്ഥാനത്ത് ഇത്തരത്തിലുണ്ടെന്ന് കണക്ക് നോക്കി ഇരുന്നിട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ സീറ്റൊന്നും കിട്ടിയില്ലല്ലോ, ഉള്ള സീറ്റൊക്കെ പോയതല്ലേ ഉള്ളൂ. അപ്പോൾ അതിനുവേണ്ടി പാർട്ടിക്കാർ തയ്യാറാവണം. അല്ലാതെ പാർട്ടിക്കാർ തയ്യാറാവാതെ എവിടെയെങ്കിലുമൊക്കെ നിന്ന് മാധ്യമങ്ങൾ മുമ്പിൽ വരുമ്പോൾ മൈക്കും കൊണ്ട് നിൽക്കുമ്പോൾ സംസാരിച്ചിട്ട് പോവുകയും അല്ലെങ്കിൽ ഇത്തരം BJPയുടെ നേതാക്കന്മാരാകുമ്പോൾ അവർക്ക് അവിടെ എവിടെയും പരിഗണന കിട്ടുകയൊക്കെ ചെയ്യുന്ന ഒരവസ്ഥ വരുമ്പോൾ അത് ആഘോഷിച്ച് മുന്നോട്ട് പോകുന്നതല്ലാതെ താഴെത്തട്ടിൽ പാർട്ടി വളർത്തുന്നതിന് മറന്നുപോയാൽ ഈ പറയുന്ന 2ാം സ്ഥാനത്തിൽ നിന്ന് 1ാം സ്ഥാനത്തിലേക്കോ അധികാര സ്ഥാനത്തിലേക്കോ എത്തുന്നതിന് സാധ്യമല്ലാതെ പോകുന്ന ഒരു അവസ്ഥയുണ്ടാവും. കാരണം മറ്റു 2 രാഷ്ട്രീയ പാർട്ടികളിൽ കേരളത്തിലെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർ അധികാര സ്ഥാനത്തിൽ ഇരിക്കുന്നവരാണ്. അധികാര സ്ഥാനത്തിൽ ഇരിക്കുന്നവർക്ക് ജനങ്ങളെ തിരിച്ചടിയല്ലേ ഇത്? പ്രതീക്ഷകൾക്കുള്ള ഒരു തിരിച്ചടിയല്ലേ ഈ നേതാക്കളെ നിരന്തരം കൊഴിഞ്ഞു പോകുന്നത്? അത് നേതാക്കൾ, ഞാൻ ഈ പറഞ്ഞതുപോലെ നേതാക്കൾ നിരന്തരം കൊഴിഞ്ഞു പോകുന്നത് ഒരു പക്ഷേ അതിനകത്ത് ഈ പറയുന്ന സന്ദീപ് വാര്യർ എന്ന് പറയുന്ന ആൾ അതിനകത്തുനിന്ന് എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിച്ചിട്ടുണ്ടാവും. നിസ്വാർത്ഥമായിട്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്താത്ത ആൾക്കാർക്ക് കൊഴിഞ്ഞു പോകാൻ സാധിക്കും. 2 മറ്റൊരു കാരണം കൊണ്ടും കൊഴിഞ്ഞു പോകാൻ സാധിക്കും. ഞാൻ പറയും ഐഡിയോളജി ആ പാർട്ടിക്കകത്ത് ഇല്ല എങ്കിലും കൊഴിഞ്ഞു പോകാൻ സാധിക്കും. ഇതിൽ എത്തരത്തിലാണ് സന്ദീപ് വാര്യർ കൊഴിഞ്ഞു പോയത് എന്നുള്ളതിനെപ്പറ്റി നമ്മൾക്കറിയത്തില്ല. ഏതായാലും അതിനകത്ത് ആദ്യത്തെ വിഷയം തന്നെയാണ്, അല്ലെങ്കിൽ അയാൾക്ക് പദവികൾ കിട്ടാൻ സാധ്യതയില്ലെന്ന് കണ്ടുകൊണ്ട് പദവികൾ കിട്ടുന്ന പാർട്ടിയിലേക്ക് പോയതാണെങ്കിൽ അത് സന്ദീപ് വാര്യർ എന്ന് പറയുന്ന ആൾ നല്ല രാഷ്ട്രീയക്കാരനല്ല. അതല്ല, ഞാൻ ഇതിനകത്ത് BJP എന്ന് പറയുന്ന ഒരു ഐഡിയോളജിയിൽ വിശ്വസിച്ച് ഞാൻ ആ പാർട്ടിക്കകത്ത് വന്നപ്പോൾ ആ പാർട്ടിക്കകത്ത് ആ ഐഡിയോളജി ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇതിന് നിൽക്കുന്നില്ല എന്ന് കണ്ടാൽ അത് ആ പാർട്ടിയുടെ കുഴപ്പം. അത് ഏതാണ് തീരുമാനിക്കേണ്ടതും തെളിയിച്ചു കൊടുക്കേണ്ടതൊക്കെ അതാത് പാർട്ടിയുടെയും, അല്ലെങ്കിൽ ഇപ്പം നമ്മൾ പ്രത്യേകിച്ച് പറയുമ്പോൾ BJPയുടെ കാര്യം ഒരു കാര്യം ഉറപ്പാണ്, BJP ഇവിടെ മറ്റ് 2 രാഷ്ട്രീയ പാർട്ടികളോടും മത്സരിക്കത്തക്ക രീതിയിലും അല്ലെങ്കിൽ ജയിക്കത്തക്ക രീതിയിലും ഒക്കെ വളർന്നു വരുന്നേ ഉള്ളൂ. അതിനു മുമ്പ് BJPക്കകത്ത് കലാപവും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ BJP ആ അവസ്ഥയിൽ തന്നെ ഈ ഒരു അവസ്ഥയിൽ നിന്ന് 1 ഇഞ്ച് മുന്നോട്ട് പോകാത്ത ഒരു രീതിയിലേക്ക് പോകും. കാരണം BJP അത്തരത്തിൽ മുന്നോട്ട് വരാതിരിക്കുന്നതിന് വേണ്ടി LDFും UDFും ഒക്കെ ശ്രമിക്കും. അത് അവരുടെ രാഷ്ട്രീയമാണ്. പ്രത്യേകിച്ചും കേരളത്തിൽ BJP ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ അവരുടെ ഭാഗമായിട്ട് മാധ്യമങ്ങളും ഇല്ല. അപ്പം കൃത്യമായ പൊളിറ്റിക്സും അവരുടെ രാഷ്ട്രീയവും ഒക്കെ ജനങ്ങളെ ബോധ്യപ്പെടുത്തിയാൽ മാത്രമേ നമ്മൾ ഈ പറയുന്ന അവസ്ഥയിലേക്ക് BJPക്ക് എത്തിച്ചേരാൻ സാധിക്കൂ.